വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ലഭിച്ചിട്ടുള്ള കരുതലിനെയും സംരക്ഷണത്തെയും ഓർത്തുകൊണ്ട് നാം പാടുന്ന ഒരു പാട്ടിൻ്റെ ചരണം ഇപ്രകാരമാണ്. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് നമ്മൾ പാടുന്നത്. ദൈവിക കരുതലിനും സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്ഹാക്ക് തങ്ങൾ കുഴിച്ച ഒരു കിണറിന് നൽകിയ പേരാണ് രഹോബോത്ത്. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന ഈ വാക്കിൻ്റെ അർത്ഥം ഉൽപ്പത്തി 26:22 വാക്യം. കനാൻ ദേശത്തുണ്ടായ ക്ഷാമം നിമിത്തം ഇസ്ഹാക്കിന് ഫെലിസ്ത്യ ദേശമായ ഗെരാരിൽ പോയി പാർക്കേണ്ടി വന്നു. ആ ദേശത്ത് വിതച്ച വിത്തിൽ നിന്ന് അവർക്ക് 100 മേനി വിളവ് ആ ആണ്ടിൽ ലഭിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് മഹാധനവാനായി. ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരുമുണ്ടായി. ഇസ്ഹാക്കിൻ്റെ വളർച്ചയിൽ ഉളവായ അസൂയ നിമിത്തം ഫെലിസ്ത്യ രാജാവായ അബിമേലെക്ക് ദേശത്തു നിന്നും അവരെ ഗെരാർ താഴ്വരയിലേക്ക് പറഞ്ഞയച്ചു. ഉൽപ്പത്തി 26:17. തുടർന്ന് അവർക്കുണ്ടായ പ്രതികൂലങ്ങളാണ് ഉൽപ്പത്തി 26:18 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നും 3 ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, ദൈവമക്കൾ അനേക പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. അക്കാലത്ത് വെള്ളം അമൂല്യമായിരുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ പാർത്ത ദേശങ്ങളിൽ എല്ലാം കിണർ കുഴിച്ച് അവയ്ക്ക് പേരിടുമായിരുന്നു. അബ്രഹാം പിതാവ് കുഴിപ്പിച്ച കിണറുകളെല്ലാം ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞിരുന്നതിനാൽ ഗെരാർ താഴ്വരയിൽ മൂടിക്കളഞ്ഞിരുന്ന കിണർ ഇസ്ഹാക്ക് വീണ്ടും കുഴിക്കുകയും അവർക്ക് വളരെ വെള്ളം ലഭിക്കുകയും ചെയ്തു. ഈ കിണറിനെ ചൊല്ലി ഗെരാർ ദേശത്തെ ഇടയന്മാർ ശണ്ട ഇട്ടതിനാൽ അത് അവർ വിട്ടുകൊടുത്തിട്ട് ഇസ്ഹാക്ക് വേറൊരു കിണർ കുഴിച്ചു. ഈ കിണറിനെ ചൊല്ലിയും അവർ ശണ്ടയിട്ടതിനാൽ അതും അവർക്ക് വിറ്റുകൊടുത്തു. അവർ അവിടെ നിന്നും മാറി വേറൊരു കിണർ കുഴിച്ചു. അവിടെ അവർ ധാരാളം വെള്ളം കണ്ടെത്തി. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് തങ്ങൾ കുഴിച്ച 3ാമത്തെ കിണറിന് നൽകിയ പേരാണ് രഹോബോത്ത്. യഹോവ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും. ഉൽപ്പത്തി 26:22. ഒന്നിനു പിറകെ ഒന്നായി ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും വഴിമാറി നടന്ന സമാധാനപ്രിയനായ ഇസ്ഹാക്ക്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശത്രു ഈ വിധത്തിൽ പ്രവർത്തിച്ചാൽ നാം എന്ത് ചെയ്യും? വിട്ടുകൊടുപ്പാനും ക്ഷമിപ്പാനും ഉള്ള മനസ്സ് ഉണ്ടാകുമോ? ക്ഷമിപ്പാനും വിട്ടുകൊടുപ്പാനും മനസ്സ് കാണിച്ച ഇസ്ഹാക്കിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധിയുണ്ടാകും. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൈവിടാത്തവനും ഇടം നൽകിത്തരുന്നവനുമായി നമ്മളുടെ ദൈവം. 2, നമ്മളുടെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അനവധിയാണ്. തങ്ങളുടെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറിനെ ചൊല്ലിയുണ്ടായ അവകാശ തർക്കം വിശ്വാസത്തെ തകർക്കുവാനുള്ള പൈശാചികൻ്റെ പ്രവർത്തനമായിരുന്നു. പിതാക്കന്മാരിൽ കൂടി നാം അനുഭവമാക്കിയ വിശ്വാസത്തിനെതിരായിട്ടുള്ള ശത്രുവിൻ്റെ പ്രവർത്തനം പൈശാചിക തന്ത്രങ്ങളാണ്. അവൻ്റെ തന്ത്രം നമ്മിൽ വിജയം വരിച്ചതുകൊണ്ടല്ലേ പല അനാചാരങ്ങളും സഭയിലും വിശ്വാസികളിലും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. തന്മൂലം പിതാക്കന്മാർ പ്രാപിച്ച അനുഗ്രഹം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 തോണിയിൽ കാൽ വെച്ച് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണാവസ്ഥയിലല്ലേ നാം ജീവിക്കുന്നത്. തന്മൂലം ആരാധനയും കൂട്ടായ്മയും പ്രാർത്ഥനയും എല്ലാം വെറും അധരവ്യയമായി തീർന്നിരിക്കുന്നു. ഒരു ആത്മീക ഉണർവ് നമുക്ക് ആവശ്യമാണ്. ശത്രു നമ്മിൽ വാരിവിതറിയിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ മണ്ണ്, ധനസമൃദ്ധിയുടെ മണ്ണ്, ദുരാചാരത്തിൻ്റെ മണ്ണ്, മോഹത്തിൻ്റെ മണ്ണ് തുടങ്ങിയവയെ കുഴിച്ചു മാറ്റുവാൻ നാം തയ്യാറാവണം. ശത്രു തകർത്തെറിഞ്ഞ യെരുശലേമിൻ്റെ മതിലുകളെ പണിവാൻ ഒരു നെഹമ്യാവ് എഴുന്നേറ്റതുപോലെ നമുക്കും എഴുന്നേൽക്കാം. നെഹമ്യാവിനെ പോലെ നമുക്കും പറയാം, വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കരുത്, ദൈവം കാര്യം സാധിപ്പിച്ചു തരും എന്ന നിശ്ചയത്തോട്
ശത്രുവിനോട് എതിർത്ത് നിൽക്കാം. 3, നമ്മുടെ ദൈവം ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നവനാ. ഒരിക്കൽ താൻ പാർത്തിരുന്ന ദേശത്തു നിന്നും ഓടിച്ചുവിട്ട രാജാവായ അബീമേലെക്ക് തന്നെ ഒടുക്കം ഇസഹാക്കുമായി ഉടമ്പടി ചെയ്യുവാൻ വന്നു എന്ന് 26 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നു. ഇസഹാക്കിന് ദൈവത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ആ രാജാവ് പറയുന്നത്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ. 26, 29. ദൈവജനത്തിന് എതിരെ ജയഭേരി മുഴക്കിയവർ തന്നെ ദൈവജനത്തെ പ്രശംസിക്കുന്നു. അതേ, ശത്രുക്കൾക്ക് മുൻപിൽ മേശയൊരുക്കുന്നവനാ നമ്മളുടെ ദൈവം. പ്രതികൂലങ്ങളെ അനുകൂലമാക്കി നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ ഉറപ്പോടെ നമ്മളുടെ ആശ്രയം വെക്കാം. കർത്താവേ, പ്രതികൂലങ്ങളിൽ പതറാതെ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാനും വിശ്വാസത്തിൽ മുന്നേറുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. Yes, you